ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴയാണ് കേട്ടോ. നിങ്ങളവിടേക്കൊക്കെ മഴ ഉണ്ടോ? അപ്പോൾ ഞാൻ കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ, അപ്പോൾ വേഗം വന്ന് അടുപ്പ് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം. അപ്പോൾ റിച്ചുമോനും ഹൈഫക്കുട്ടിക്കാണ് ഇപ്പോൾ ക്ലാസ് ഉള്ളത്. അപ്പോൾ റിച്ചുവിന് സ്കൂളിൽ ചോറൊക്കെ ഉണ്ടാവും, പക്ഷേ ചോറ് വാങ്ങാൻ മടിയാണ് കേട്ടോ. അപ്പോൾ വലിയ കുട്ടിയായപ്പം ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ ചോറുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ പിന്നെ പൈസ കൊടുക്കണം, എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കും. അപ്പോൾ എന്നും അങ്ങനെ ശീലാക്കിയാലും പറ്റൂലല്ലോ. അപ്പം ഞാൻ ഇന്ന് ചോറുണ്ടാക്കി തരാം, ചോറ് കൊണ്ടുപോയിക്കോന്നൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ വേഗം ആദ്യം അടുപ്പൊക്കെ കത്തിച്ചാണ്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ടേ അടുപ്പിന് ചെറിയൊരു കത്താൻ മടി ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാണ്ട് ഓലക്കുടിമ കൂടെ മണ്ണെണ്ണ ഒഴിച്ചാണ്ട് അങ്ങനെ തീയൊക്കെ മൂട്ടി അടുപ്പത്ത് തീ മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവോ, നമ്മളിവിടെ അങ്ങനെയൊക്കെ കേട്ടോ പറയല്. ഇടയ്ക്ക് ഞങ്ങൾ സാധാരണ പറയണ അതാണ് പറഞ്ഞു പോവും. തീ കൂട്ടുക, അടുപ്പ് കൂട്ടുക, തണിയും തീമക്കുക അങ്ങനെയൊക്കെ പറയട്ടോ അമ്മമാരൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും അടുപ്പ് കത്തിച്ചാണ്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാവട്ടെ. ഇനിയിപ്പോൾ ഇന്ന് ഓട്ടടയും അതേപോലെ തന്നെ വെള്ളക്കടല ഉണ്ടല്ലോ, അത് വെച്ചിട്ട് കറി ആട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കടലയൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കറി ഉണ്ടാക്കാനുള്ള കടല കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി കട്ട് ചെയ്തതും അതേപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകവും അതേപോലെ കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചാണ്ട് അത് അടുപ്പത്ത് വെക്കാണ് കേട്ടോ. എന്നാൽ അതവിടെ കടന്നിട്ട് വന്നോളും. പിന്നെ ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടിന് കേട്ടോ, ഈ കുക്കറിനെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞിട്ട്. ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അധികം ഈ ഒരു കുക്കറിൽ തന്നെയാണ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. ബീഫൊക്കെ വേവിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. കുക്കറിൻ്റെ ഉപയോഗം പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. പെട്ടെന്ന് ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ സുഖമാണ് വലിയൊരു കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടോ. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ആവശ്യമുള്ളവർ. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ടിട്ടോ, റസീന ആണ് കൂപ്പൺ കോഡ്, അതിലുണ്ടാവും ആ ലിങ്ക്. നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ ഒരു മടുപ്പേക്കാരം. പക്ഷേ എപ്പോഴേലൊക്കെ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും, അങ്ങനത്തെ ഒരാവും ഇങ്ങനെ കമൻറ്റ് ഇടുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒഴിവില്ലായിട്ടാണ് റിപ്ലൈ തരാത്തത്. ഇൻഷാ അല്ലാഹ് അതിനായിട്ട് സമയമൊക്കെ കണ്ടെത്തണം. ഇപ്പം എങ്ങനെ നോക്കിയാലും സമയം കിട്ടണില്ല കേട്ടോ. അതുകൊണ്ടാണ് സമയം കിട്ടണ ഇതിലൊക്കെ ഞാൻ കമൻറ്റൊക്കെ വായിക്കലും റിപ്ലൈ തരലും ഒക്കെ ഉണ്ട്. അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടോ. പിന്നെ ഞാൻ ഓട്ടടയാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത്. അപ്പോൾ ഓട്ടടക്കുള്ള അരി അതുപോലെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അതും വേഗം കഴുകേണ്ട ചാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചോറും കൂടെ കൂട്ടിയിട്ട് അരച്ചെടുത്ത് അങ്ങനെ അതൊരു ബൗളിൽ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇതും നമ്മളെ മലപ്പുറം സ്പെഷ്യലാണല്ലേ ഓട്ടട. നമ്മളെ ഈ ഒരു ഭാഗത്തൊക്കെ അധികം ആളുകളും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഓട്ടട. പിന്നെ ചില നാട്ടിലൊക്കെ ഓട്ടട വേറെ രീതിയിലൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് മിക്സ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യലിച്ചാൽ അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് മാവ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ ചട്ടിയും ചൂടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടട നല്ലോണം പൊള്ളച്ച് വരികയൊക്കെ ചെയ്യും. ഈ ചട്ടി പത്തിരി ചട്ടി കേട്ടോ, അതൊരു പരന്ന ചട്ടിയാണ്. കുറച്ച് കുഴിയുള്ള ചട്ടി വാങ്ങിക്കൊണ്ട് ഓട്ടട ഉണ്ടാക്കുമ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അത് പത്തിരി ചുടാനാണ് പറ്റുക. പത്തിരി പിന്നെ അധികം നമ്മൾ ഇതിലല്ലല്ലോ ചുടുക. ഞാൻ ഇതിലങ്ങനെ പത്തിരി ചുടലില്ല കേട്ടോ. ഇതിലിങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കും വേണ്ടേ. അപ്പോൾ ഗ്യാസുമലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ചുട്ടെടുക്കൽ. ചിലപ്പോൾ ഇങ്ങനത്തെ ചട്ടിയിലൊരു ഒട്ടിപ്പിടുത്താണ് പത്തിരിക്ക്. അപ്പോൾ ഇത് ഓട്ടട ഉണ്ടാക്കാൻ തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്യൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ പുതിയ ചട്ടിയൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കണവരുണ്ടെങ്കിൽ കുറച്ച് കുഴിയുള്ള ചട്ടി നോക്കി വാങ്ങിച്ചോണ്ടി. ഓരോട് പറഞ്ഞാൽ മതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഓട്ടട ചുടാനാണെന്ന്. അപ്പം അതിനുള്ള ചട്ടി തരും കേട്ടോ. ഇതിലേറെ കുറച്ച് കുഴി ഉണ്ടാവും. അതേപോലെ ചട്ടിൻ്റെ അടിഭാഗം കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും. അപ്പം നല്ല പൊള്ളച്ച് വരുന്ന ഓട്ടട ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നമ്മളെ മാവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചട്ടി ഇങ്ങനെ പത്തിരി ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ.
അപ്പം ഞാൻ ഓട്ടടയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓട്ടട നമ്മൾ ചട്ടിയിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു കഷ്ണം കൊണ്ട് ചട്ടി ഒന്ന് പിടിച്ചിട്ട് വേണം ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ചട്ടി വേഗം പൊട്ടും, ഒരു കടകട സൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഇന്നൊരു ഉഷാറില്ല കേട്ടോ. അന്ന് ചിഞ്ചുമോളും മഞ്ചുമോളൊന്നും ഇല്ല ഇവിടെ, എൻ്റെ വീട്ടിലാണ് വിരുന്ന് വയ്ക്കാട്ടോ. ഞങ്ങൾ ഇപ്പം എൻ്റെ ആടിൻ്റെ അന്ന് പോയിനല്ലോ, അപ്പോൾ ഒരു പോന്നിട്ടില്ല. അപ്പോൾ ഓരോന്നും ഇല്ലായിട്ട് ഒരു ഒച്ചയും വിളി അനക്കൊന്നുമില്ല. അപ്പോൾ ഇതാ കടലക്കറി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടേനി. അപ്പോൾ ഇതിക്ക് ഞാൻ തേങ്ങ അരച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ. തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങൻ്റെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കടല ഞാൻ ഒരു ജാർക്ക് തന്നെ അതിന് കോരി എടുത്തിട്ടുണ്ടേനി കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി. വീഡിയോയിൽ കണ്ടിട്ടില്ല. കറി ഒന്ന് കുറുകി വരാനും അതേപോലെ ഈ കടല ഇങ്ങനെ പെറുക്കി വെക്കുമല്ലോ, ഇവിടെ എൻ്റെ മഞ്ചുമോൾ അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇല്ല, എന്നാലും കടല ഇങ്ങനെ പെറുക്കി വെക്കും. കടല തിന്നൂല, അതിൻ്റെ കറി മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ വയറ്റിലൊക്കെ കടല ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ കറിയായി. അപ്പോൾ തന്നെ ഇതാ ചോറും വന്നിട്ടുണ്ട്. ചോറും വേഗം ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മളെ റേഷൻ കടയിൽ തരികയാണേ, ചോറ് ഊറ്റാൻ ഒരു തള വേറിയാൽ മതി, എന്നാൽ പിന്നെ പായസമാവും. അങ്ങനെ ചോറ് ഊറ്റി. പിന്നെ ഇതാ കറി ആയിട്ടുണ്ട്. കറി ഞാൻ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിക്കനാണ് വറവിട്ടെടുക്കും ചെയ്യാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും അതേപോലെ കറിവേപ്പിൻ്റെയും വറ്റൽമുളകൊക്കെ വറുത്താണ്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടലക്കറി ആയി. പിന്നെ ഓട്ടടയും തന്നെ ചുട്ട് കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ അരി ഭക്ഷണം കഴിച്ചിട്ട് കുറേ കഴിക്കണം. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ റാഗിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഓട്സോ ഒക്കെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇന്ന് ഞാനും ഓട്ടട തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു ഓട്ടട കഴിക്കാമെന്ന് കരുതി. കുറേ കഴിക്കണം ഓട്ടട കഴിച്ചിട്ട്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കണോണ്ടൊന്നും കുഴപ്പമുണ്ടാവില്ല അല്ലേ. പിന്നെ നമ്മൾ മരുന്നൊക്കെ കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാട്ടോ നല്ല സോഫ്റ്റാണ് ഓട്ടട. അതേപോലെ പുറം ഭാഗമൊക്കെ കുറച്ച് ക്രിസ്പിയാണ്. പിന്നെ ഓട്ടട ചുടുമ്പം ഓരോ ഓട്ടട ചുടുമ്പോഴും ആ ചട്ടി പിന്നെ തുടച്ചിട്ട് വേണം അടുത്ത മാവ് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞ പോലെ കാരം. അപ്പോൾ ചൂടൊന്ന് പാകായും ചെയ്തോളും നമ്മൾ ചട്ടി തുടച്ചു കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞതാ ഇപ്പച്ചി മക്കളൊക്കെ ചായ കുടിക്കാനിരിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ ഞാനും വൈഫക്കുട്ടി റിച്ചും ഇപ്പച്ചിയും തന്നെ ഉള്ളൂ, മറ്റൊരില്ലായിട്ടേ. ഞാൻ പറഞ്ഞല്ലോ ഒരു വെറിയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് ബാവും അങ്ങോട്ടോ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാരന്ന്. എനിക്കും പിന്നെ പണിയുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ ഹോം ഷോപ്പിൻ്റെ സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യണം. സ്റ്റോക്ക് ചെക്ക് ചെയ്ത് ഓഫീസൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നിൽക്കണം. പിന്നെ അപ്പോൾ ഞാൻ റിച്ചുവിന് ചോറിന് കൂട്ടാണ്ടാക്കാം കേട്ടോ. ഒരു ബീട്രൂട്ട് എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഓനക്ക് കൊണ്ടുപോകാനും മതി. ഹൈഫക്കുട്ടിക്ക് വേണ്ടാന്ന് പറഞ്ഞാണ് കേട്ടോ. ഹൈഫക്കുട്ടി അങ്ങനെ കൂട്ടാനൊന്നും വല്ലാതെ കൊണ്ടുപോകില്ല. എപ്പോഴെങ്കിലൊക്കെ കിഴങ്ങൊക്കെ വറുത്തതാണെങ്കിൽ അവൾ കൊണ്ടുപോകും. അല്ലാതെ ഇങ്ങനത്തെ ബീട്രൂട്ട് ഉപ്പേരിയോ മുട്ട പൊരിച്ചതോ അതൊന്നും പറ്റൂല. മുട്ട പൊരിച്ച് തിന്നായിട്ടല്ല, ചിലപ്പോൾ സ്കൂൾക്ക് വേണ്ടാന്ന് പറയും. പിന്നെ അതേപോലെ അവരൊക്കെ ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് ഇവർക്ക് സ്കൂളിൽ തന്നെ ഉണ്ടാവും ചോറും കൂട്ടാനൊക്കെ. പിന്നെ റിച്ചുവിനും ഉണ്ട് സ്കൂളിൽ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും സ്കൂളിൽ നിന്ന് ചോറൊക്കെ കൊടുക്കും. പക്ഷേ വാങ്ങാൻ മടിയാണ്. ഇനി കുറച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങനെ വാങ്ങിക്കോളും. അപ്പോൾ എന്തായാലും ഓനക്കുള്ള കൂട്ടാൻ ഉണ്ടാക്കട്ടോ. പിന്നെ ഈ ഒരു സ്ലൈസർ ഉണ്ടല്ലോ, അത് നമുക്ക് രാവിലെയൊക്കെ ഇതേപോലെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമൊക്കെ നല്ല സുഖാട്ടോ. നല്ല ഒരു സഹായമാണ് നമുക്കിത് ഈ സ്ലൈസർ. അപ്പോൾ ഇതിന് പല ബ്ലേഡും ഉണ്ട്. സവാള അരിയാൻ വേറെ, ഇതേപോലെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ അരിയാൻ വേറെ, സവാള അരിയാൻ വേറെ, പച്ചക്കറി അരിയാൻ വേറെ, അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ അങ്ങനെ കനം കുറഞ്ഞൊക്കെ നമുക്ക് അരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിലേ അതിനൊക്കെ നല്ല സുഖാട്ടോ. ഈ ഇതിൽ പല ബ്ലേഡും ഉണ്ട്. അപ്പോൾ ആ ബ്ലേഡ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. ക്യാരറ്റും ബീട്രൂട്ടൊക്കെ സ്ലൈസ് ചെയ്യാൻ ഞാൻ ഈ ഒരു ബ്ലേഡാട്ടോ കൊടുക്കൽ. അപ്പോൾ അത് ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ്, ഓൺലൈനായിട്ട് വാങ്ങിയതൊന്നുമല്ല. അതിന് ഇത്ര 135 രൂപയ്ക്കാണ് തോന്നുന്നു കേട്ടോ റേറ്റ്. എളുപ്പമാണ്, കത്തിയോണ്ട് ഇങ്ങനെ അരിഞ്ഞേക്കണ്ട, അതിമ്മ അങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആവും. പിന്നെ അതേപോലെ ഒരുപാട് ബലം പിടിച്ചേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി അപ്പം തന്നെ വെള്ളമൊക്കെ തുടച്ച് വെക്കണം, അല്ലെങ്കിൽ തുരുമ്പൊടിക്കും. തുരുമ്പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് അത്രക്ക് മൂർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാന്ന് കരുതി ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചു. കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകൊക്കെ ഇട്ട് ഒരു ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തിന് അത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചാൽ ആ ബീട്രൂട്ടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള കൂട്ടാനാണ്. ചോറ്റും പാത്രത്തിൽ ഇങ്ങനെ സ്കൂളിൽ നിന്ന് ചോറ് കഴിക്കുമ്പോഴേ ആ വട്ടപാത്രം തുറന്നാണ്ട് ആ ചോറ് ഇങ്ങനെ ചുമപ്പ് കളർ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ. നമ്മളൊക്കെ അതേപോലെ തന്നെ അല്ലേനോ അല്ലേ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എരിവിന് ഇതിക്ക് ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പച്ചമുളക് ഇട്ടാലും മതി, പക്ഷേ ഇത് വേറൊരു ടേസ്റ്റ് ആട്ടോ. അങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. എളുപ്പം വേവും ചെയ്യും, കനല്ലാതെ അല്ലേ നമ്മളിത് സ്ലൈസ് ചെയ്തെടുത്തത്, അതുകൊണ്ട് എളുപ്പത്തിൽ വേവും കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച്
ഒന്ന് ആവി വന്നപ്പോൾ പിന്നെ വീണ്ടും തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കുക. തേങ്ങ ഞാൻ ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി അടച്ചു വെക്കണില്ല, അങ്ങനെ തുറന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറ്റ എന്താ പറയുക, നനവില്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് ഇത് ഇഷ്ടം കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതാ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇതാ വേറൊരു പാത്രത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചട്ടിനെ ഒഴിവാക്കണം എന്തിനാ വെച്ചാൽ മുട്ട പൊരിക്കാനാട്ടോ. കുറേ പാത്രങ്ങൾ ഇങ്ങനെ കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് കഴുകിയാണ്ട് അതന്നെ അടുപ്പത്ത് വെച്ചാണ് മുട്ട പൊരിക്കാൻ. ഇന്നത്തെ കാലാവസ്ഥ കൊണ്ടാ എന്താ അറിയില്ല, ഇന്നൊരു സുഖമില്ല, ഇന്നൊരു ഉഷാറില്ലാത്തൊരു ദിവസം കേട്ടോ. എന്താണെന്നറിയില്ല, മടി അതന്നെ അല്ലേ, മടിനെ കാര്യം. ഇങ്ങനെ തണുപ്പായിട്ടേ പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ തോന്നണില്ല, ഇങ്ങനെ പുതച്ച് മൂടി കടന്നുറങ്ങണം. അപ്പം ഇന്ന് പുതച്ച് മൂടി കടന്നുറങ്ങിയാലേ ഞങ്ങൾ ഓഫീസിലത്തെ അക്കൗണ്ടന്റുമാരെന്നെ പൂസും. അപ്പോൾ എനിക്ക് കുറച്ച് പണിയുണ്ട്, ഹോം ഷോപ്പിൻ്റെ വർക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ചെയ്യണം ഇൻഷാ അല്ലാ. അപ്പോൾ കുട്ടികളെ പറഞ്ഞയക്കട്ടെ, എന്നിട്ട് പോകണം സ്റ്റോക്ക് റൂമിക്ക്. അങ്ങനെ ഇതാ റിച്ചുമോനുള്ള കൂട്ടാനായി. അപ്പോൾ എനിക്കുള്ള ചോറും പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ കേട്ടോ, നമ്മളെ സെക്കൻഡ് ചാനൽ ഉണ്ടല്ലോ, നമ്മളെ സെക്കൻഡ് ചാനലിൽ വാച്ച് ടൈമൊക്കെ ആയി. അതേപോലെ സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യമായിട്ടുണ്ട്, 2000 അടുത്തായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് അതും മോണിറ്റൈസേഷൻ ആയിട്ടോ. ഒരുപാട് സന്തോഷം. ഈ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് മോണിറ്റൈസേഷൻ ആവാൻ 1 വർഷമൊക്കെ എടുത്തിട്ടുണ്ട്. അതന്നെ അങ്ങനെ ആയി കിട്ടാൻ കുറേ പാട് പെട്ടിക്കണ ഞാൻ. പക്ഷേ ഇപ്രാവശ്യം നമ്മളിപ്പോൾ സെക്കൻഡ് ചാനൽ തുടങ്ങി കുറച്ചല്ലേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ മാസം 13-ാം തീയതിയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ മാസം ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ മോണിറ്റൈസേഷൻ ആയി. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അതിൽ ഞാനൊരു ബീഫ് വരട്ടിൻ്റെ റെസിപ്പി ഇട്ടീനല്ലോ, ആ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. 100K ആയിട്ടുണ്ടേനും. അപ്പം അതുകൊണ്ടാവും വേഗം വാച്ച് ടൈമൊക്കെ ആയത്. അങ്ങനെ റിച്ചുമോനുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു. ഓൻ പോയിട്ടോ. ഓൻ പോയി കഴിഞ്ഞാൽ മഴയും പെയ്യാൻ തുടങ്ങി. പിന്നെ ഹൈഫക്കുട്ടിക്ക് നമ്മളെ പഠിക്കുന്ന കയറിയാൽ മതി, ബസ് വരും. അപ്പോൾ ഓളപ്പം ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുക കേട്ടോ ഞാൻ. ഓള് പോവോളം അവിടെ ഇങ്ങനെ ഇരിക്കണം. ഓളെ ഇഷ്ടം അതാണ്, ഓളടുത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മഴയാണെങ്കിൽ നല്ലോണം പെയ്യുന്നുണ്ട്. മുറ്റൊക്കെ കണ്ടങ്ങൾ നിറച്ച് പുല്ല് ഇതായിക്കണം കേട്ടോ. ഈ മഴക്കാലമായാൽ ഇങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ പറിക്കാനാണെങ്കിലോ വെയിലൊക്കെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കുമ്പോഴത്തേന് പിന്നെ അടുത്ത മഴ പെയ്യും, പിന്നെയും പൊന്തും. എന്തായാലും ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, ഒക്കെ നന്നാക്കണം. ഇപ്പോൾ ഹൈഫക്കുട്ടി പോവാണ് കേട്ടോ. ബസ് വരുന്നുണ്ട് ഓടിയതാണ്. ഞാൻ പറഞ്ഞു കുട കൊണ്ട് ഞാൻ വരാമെന്നൊക്കെ, വേണ്ടാന്ന് പറഞ്ഞ്. ഏതായാലും ബസ് അപ്പം തന്നെ വന്നീനി. അപ്പോൾ അങ്ങനെ ഓള് പോയി. ഇനിയിപ്പോൾ അകം അടിച്ചു വാരണം, തുടക്കണം, അതേപോലെ കറി ഉണ്ടാക്കണം, അതൊക്കെ പണിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം സ്റ്റോക്ക് റൂമിലേക്ക് പോകാനും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരു വെള്ളരിക്ക ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ബീഫും ഉണ്ട്. ബീഫാണെങ്കിൽ നല്ല ഐസായിട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചക്ക് ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ, എനിക്ക് ഇതൊക്കെ മതി. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് ഉണ്ടാക്കിയ കൂട്ടാനൊക്കെ ഉണ്ട്, ചമ്മന്തിയും അതേപോലെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഉണ്ട്. പിന്നെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കൊന്നുമില്ല, പക്ഷേ ഇപ്പം ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ രാത്രിയിൽ ചോറ് കഴിക്കില്ല, ആകെ ഒരു നേരം ഇപ്പോൾ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ചോറ് കഴിക്കണ സമയത്ത് രാജാവിനെ പോലെ കഴിക്കണം എനിക്ക്. കറിയും ഉപ്പേരിയും അത് മതി കേട്ടോ, കറി ഉപ്പേരിയും മതി. ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ ഉഷാറായി. ഇനി ഇല്ലെങ്കിൽ വെറും ചമ്മന്തി ആണെങ്കിൽ ഞാൻ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഒരു റെസിപ്പി കാണിച്ചു തരണ്ടേ. അപ്പോൾ വീഡിയോ തീരെ ലെങ്ത്തും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വെള്ളരിക്ക ഉണ്ടേനെ, അപ്പോൾ അതുകൊണ്ട് കറി ഉണ്ടാക്കണത് കാണിക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ വെള്ളരിക്കൻ്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതാ മൺചട്ടിക്ക് ഇട്ട് കൊടുത്താണ്. പിന്നെ അതിക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിൻ്റെ ഇലയും ഉപ്പ് ഇട്ടുകൊണ്ട് അടുപ്പും കത്തണുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അടുപ്പത്ത് തീയൊക്കെ കെട്ടീന് കേട്ടോ, ഞാൻ പിന്നെ അയച്ചങ്ങനെ കത്തിച്ചതാണ്. അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനത് അടുപ്പത്ത് വെച്ചപ്പോഴൊന്നും മഴ പെയ്തിട്ടില്ല, പിന്നെ പെരും മഴയാണ് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ ഓടിട്ടതുകൊണ്ടേ ഭയങ്കര ഒരു സമാധാനമാണ്. ഇപ്പോൾ കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ മറ്റേത് കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഓർഡർ സ്വീകരിക്കാൻ പേടിയാണ്. കാരണം എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെ കുടുങ്ങും. ഇപ്പോൾ പിന്നെ മഴ പെയ്താലും നനയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മഴ ഉണ്ടോ, നല്ല മഴയുണ്ട്, ചിലപ്പോൾ കാറ്റും ഉണ്ട് കേട്ടോ. ചിലപ്പം ഇങ്ങനെ നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ചീറ്റൽ വരും. എന്നാലും കുഴപ്പമൊന്നുമില്ല, അടുപ്പിക്കാവൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒരു നനവ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പം കറി അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പം കറിക്ക് തേങ്ങ അരക്കണം. തേങ്ങ അരക്കാത്ത കറി ഞങ്ങളവിടെ പറ്റൂല ഗൈസ്, അതുകൊണ്ടാണ് എല്ലാ കറിക്കും തേങ്ങ വേണം കേട്ടോ. എനിക്കും കുട്ടികൾക്കും അല്ല കേട്ടോ, ഞങ്ങളപ്പച്ചിക്ക് തേങ്ങ അരക്കാത്ത കറി പറ്റില്ല. മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും അതിക്ക് തേങ്ങ അരച്ചുവിടേനെയോ ചോദിക്കും. അപ്പോൾ തേങ്ങ ഞാൻ ജാർക്ക് ഇട്ട് കൊടുത്തതിന് ഇതിക്ക് മഞ്ഞൾപ്പൊടി
അതേപോലെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിക്കണ്, അപ്പം കാശ്മീരി മുളക് പൊടി കേട്ടോ ഇതിലേക്ക് ചേർക്കണത്, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. പിന്നെ കുറച്ച് നല്ല ജീരകം, കുറച്ച് മതി, വളരെ കുറച്ച് മതി, 1/4 സ്പൂണൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ മോരുകറിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1/4 സ്പൂണൊക്കെ നല്ല ജീരകം ഇടും. ഇത് മോരുകറിയല്ല, അതിലേക്ക് മോരൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു കറിയാണ്, ചോറിന് നല്ല ടേസ്റ്റാണ് ഒഴിച്ച് കൂട്ടാൻ. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് അത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളരിക്ക ഇതിൻ്റെ അടിയിൽ ഞാൻ വന്നിട്ടൊന്ന് ഇളക്കി നോക്കിന് കേട്ടോ, അപ്പോൾ വെന്തിട്ടില്ലേനും ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈസിയാണ് ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ, പെട്ടെന്ന് കഴിയും. പിന്നെ ചിലർ പരിപ്പും വെള്ളരിക്കൊക്കെ ഉണ്ടാക്കും കറി. ഇത് വെറും വെള്ളരിക്ക ഒറ്റയ്ക്ക് ഇട്ടിട്ടുള്ള കറി കേട്ടോ. അങ്ങനെ അരപ്പയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു. പിന്നെ ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളമായിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, കൂടുതൽ വേണ്ട, നമുക്ക് കുറച്ച് മതി കറിയേ, അതുകൊണ്ടാട്ടോ കുറച്ച് ഉണ്ടാക്കണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ഞാൻ തന്നെ ഉള്ളൂ. അങ്ങനെ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ തിളങ്ങനെ വരുമല്ലോ, ആ തിള വരുമ്പം അടുപ്പത്തു നിന്ന് വാങ്ങിയേക്കാം. അപ്പോൾ ഒന്നിങ്ങനെ തിള വരുന്ന സമയത്ത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക, സ്പൂണോ കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട്. നല്ലോണം ഇങ്ങനെ തിളച്ച് മറിയാൻ അയക്കരുത്. തിളച്ച് മറിഞ്ഞാൽ കറി കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല. അങ്ങനെ എന്താ തേങ്ങയൊക്കെ കുക്കായി ഞാൻ അടുപ്പത്തു നിന്ന് കറിയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടോ. പിന്നെ അതൊന്ന് വറവിട്ടെടുക്കുകയും ചെയ്ത് കടുക് വറുത്തേക്കാണേ. ഇങ്ങനത്തെ കറിക്ക് ഞാൻ കടുക് ഇട്ടുകൊണ്ട് കേട്ടോ വറവിട്ടെടുക്കൽ. പിന്നെ പരിപ്പും തക്കാളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ഇട്ടുകൊണ്ട് അങ്ങനെ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് തൂമിച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കറി കണ്ടോ, നല്ല സെറ്റ് കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വെള്ളരിക്ക കറി ഇതേപോലെ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി വെക്കൊണ്ട്. എല്ലാവരും ഉണ്ടാക്കണ റെസിപ്പി തന്നെ ആവും ചിലപ്പം, എന്നാലും കുക്കിംഗ് ഒക്കെ പഠിക്കണ കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മളെ വീഡിയോ കാണുന്നില്ല. അപ്പം അങ്ങനത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടിട്ടോ. ഇതിലേക്ക് ഒരു ഉണക്കമീൻ പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് മാത്രം മതിട്ട് ചോറ് വയ്ക്കാൻ, അടിപൊളി ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഉണക്കമീൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബീഫ് ഉണ്ട്, ബീഫ് ഐസും കട്ടയെ കിടക്കുകയാണ്, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വൈകുന്നേരമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് തല വലിച്ചാൽ നേരം ഉണ്ടാവില്ല, ഓരോ അടുക്കളയിലത്തെ പണി തന്നെ ആയിക്കാരം. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെതായിട്ടുള്ള വേറെ പണിയുണ്ട് ചെയ്യാൻ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിനി കഴുകാൻ, അതൊക്കെ വേഗം കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എൻ്റെ തുടക്കലും അടിച്ചുവാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞെന്ന് അലക്കിയിട്ടില്ല കേട്ടോ. രാവിലെ തന്നെ മഴ ആയതുകൊണ്ടൊരു മടി. പിന്നെ വേഗം കുളിച്ച് സ്റ്റോക്ക് റൂമിലേക്ക് പോവാട്ടോ ചെയ്തത്. പിന്നെ അവിടെ പോയി വന്ന് അവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എണ്ണി പിന്നെ ഓഫീസൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കണതൊന്നും പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ മാക്സിമം നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് ഉള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഹോം ഷോപ്പിൽ നിന്നൊക്കെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിനനുസരിച്ചിട്ട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. ഇനി നാളെ കാണാം. താങ്ക്